തൃശൂർ പട്ടിക്കാട് വനംവകുപ്പ് വാച്ചറെ കാട്ടാന ആക്രമിച്ചു. പട്ടിക്കാട് റേഞ്ചിലെ വാച്ചർ ആൻഡോയെയാണ് ആക്രമിച്ചത്. ഇന്ന് രാവിലെ ഫയർലൈൻ ജോലിയുടെ ഭാഗമായി വനാതിർത്തിയിലെത്തിയപ്പോഴായിരുന്നു സംഭവം. പരിക്കുകളുണ്ട്. അവർ വീഴുകയും കയ്യും കാലും പൊട്ടുകയും ഒരയൊക്കെ ചെയ്തിട്ടുണ്ട്. ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി. എത്താനുള്ള സമയം 3/4 മണിക്കൂറോളം എടുത്തെങ്കിലും അവർ ഉടനെ തന്നെ എത്തിയായിരുന്നു. എന്തായാലും എല്ലാ പെണ്ണുങ്ങളെയും സ്വസ്ഥമായി പുറത്തിറക്കി അവർ വീട്ടിലെത്തിച്ചിട്ടുണ്ട്. തുടർന്നുള്ള പണിക്ക് അവർ വരില്ല എന്നാണ് പറയുന്നത്. ജീവിതത്തിലെ ആദ്യമായിട്ടുള്ള പേടിയെന്നാണ് അവർ പറയുന്നത്. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ആനയെ കാണാറുണ്ട്. ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടാവാറില്ല. എന്നും നടക്കും, വീഡിയോ എടുക്കും, ഓടിക്കാറൊക്കെ ഉണ്ടെങ്കിലും ഇത് ആദ്യത്തെ ഒരു അനുഭവമാണ്. സൂരജ് ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. സൂരജ്, കാര്യമായ പരിക്കുകളില്ല എന്ന് മനസ്സിലാക്കുന്നു. ഗൂഗിൾ അത്തരത്തിൽ തന്നെയാണ്, കാര്യമായ പരിക്കുകളില്ല എന്നുള്ളത് തന്നെയാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. രാവിലെ 9 മണിയോടുകൂടിയാണ് ഈ ഫയർലൈൻ ജോലിയുടെ ഭാഗമായിക്കൊണ്ട് ഈ വാച്ചറായിട്ടുള്ള ആൻഡോയും അതുപോലെ തന്നെ 8 അംഗ സ്ത്രീകളും അതുപോലെ തന്നെ 3 പുരുഷന്മാരടങ്ങുന്ന സംഘം ഈ കാട് കയറുന്നത്. പട്ടിക്കാട് റേഞ്ചിലെ വനമേഖലയിലേക്കാണ് ഇവർ എത്തിയത്. ഫയർലൈൻ്റെ വർക്കുകൾക്കായാണ് എത്തുന്നത്. ആ സമയത്താണ് കാട്ടാന എത്തി ഇവരെ ഓടിക്കുന്ന ഇതിലേക്ക് കാര്യങ്ങൾ പോയത്. പിന്നാലെ ഈ പല ഭാഗങ്ങളിലേക്കായി തൊഴിലാളികൾ ചിന്നിച്ചിതറി ഓടുന്നു. ആ സമയം ഈ വാച്ചറായിട്ടുള്ള ആൻഡോയ്ക്ക് ഓടി രക്ഷപ്പെടാൻ കഴിഞ്ഞിരുന്നില്ല. ആന പിന്നാലെ എത്തി ഈ ആൻഡോയുടെ മുണ്ടിൽ തുമ്പിക്കൈ കൊണ്ട് പിടിക്കുകയായിരുന്നു. ഈ ഉടുമുണ്ട് ഉരിഞ്ഞ് പിന്നീട് ഈ ആൻഡോ രക്ഷപ്പെടുകയാണ് ഉണ്ടായത്. അതുകൊണ്ട് മാത്രമാണ് വലിയ അപകടങ്ങളിലേക്ക് കാര്യങ്ങൾ പോകാതിരുന്നതെന്ന് ആൻഡോ പറയുന്നു. ഭയപ്പെട്ട തൊഴിലാളികൾ ഈ കാടിന്റെ പല ഭാഗങ്ങളിലായി ഇരിക്കുകയായിരുന്നു. പിന്നാലെ വനപാലകർ വിവരം അറിയിച്ചു. അവർ കൂടുതൽ വനപാലകർ അങ്ങോട്ടേക്ക് എത്തിയതിനു ശേഷമാണ് ഈ തൊഴിലാളികളെ കാടിറക്കിയത്. ഈ തൊഴിലാളികൾ പറയുന്നത് ഇവർക്ക് ഇത്തരത്തിൽ ആദ്യമായാണ് ഒരു സംഭവം ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ വലിയ ഭയപ്പാട് ഇവരിൽ രൂപപ്പെടുകയും ചെയ്തു. തുടർന്ന് ഇന്ന് ഈ പ്രവർത്തനങ്ങൾ, അതായത് തൊഴിലെടുക്കാൻ കഴിഞ്ഞിരുന്നില്ല. പിന്നാലെ ഈ തൊഴിലാളികൾ അറിയിച്ചിട്ടുള്ളത് നാളെയാണെങ്കിലും ഈ ഫയർലൈൻ ജോലിക്ക് വരാൻ കഴിയാത്ത രീതിയിൽ ഭയപ്പെട്ടു പോയി എന്നുള്ളതാണ് തൊഴിലാളികൾ അറിയിക്കുന്നത്. ആൻഡോയെ സംബന്ധിച്ച് നേരത്തെ ഈ ആനകളെ ഉൾപ്പെടെ കണ്ടിട്ടുണ്ടെങ്കിൽ പോലും ആദ്യമായിട്ടാണ് ഈ കാട്ടാനയുടെ ആക്രമണം നേരിടുന്നത് എന്നുള്ളതാണ് ഈ വാച്ചറായിട്ടുള്ള ആൻഡോ അറിയിക്കുന്നത്. ഗൂഗിൾ ഏതായാലും തലനരഴയ്ക്കാണ് ആൻഡോ രക്ഷപ്പെട്ടത്. ആശ്വാസകരമാണ്, പക്ഷേ അവർക്ക് വലിയ ഭീതി ഉണ്ടായിരിക്കുന്നു. സൂരജ് സജിയാണ് വിവരങ്ങൾ നൽകിയത്.